ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിനെ പറ്റി നമുക്കറിയാം. നമ്മളെ നെതന്യാഹുവിനെതിരെയും ഇസ്രായേലിനെതിരെയും ഒക്കെ ജനോസൈഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചാർജസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടാണ്. ഇവർക്കെതിരെ ട്രംപ് ഇതിനു മുന്നേ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളും ഈ പറഞ്ഞ പോലെ UN കീഴിൽ വരുന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ ലൈവിലും അതിന് മുന്നത്തെ ലൈവിലൊക്കെ പല ലൈവിലും നമ്മൾ പറഞ്ഞുള്ള ഒരു കാര്യമാണ്. UN ഇപ്പൊ ഇന്നത്തെ ലൈവിന്റെ തന്നെ ടോപ്പിക് അത് തന്നെയാണ്. അതായത് UN-ന്റെയും EU-ന്റെയും ക്രെഡിബിലിറ്റി എത്രത്തോളം മോശമാണ് എന്നുള്ള സൂചിപ്പിക്കുന്ന ഇതാണ് നമ്മളിത് കാണുന്നത്. അപ്പോ അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ സംഭവം എന്ന് പറയുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ US may soon sanction entire international criminal court over Israel war crimes. അതായത് ഇസ്രായേലിന്റെ അപ്പോൾ ആ രീതിയിൽ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട ഒരു ക്രിമിനൽ കോർട്ടാണ്. അപ്പൊ ആ ക്രിമിനൽ കോർട്ട് പിന്നെ US-ൽ നിന്നിട്ട് ട്രംപ് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ICC-നോടുള്ള ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. ആ രീതിയിൽ അപ്പോൾ സാങ്ഷൻസ് ഏർപ്പെടുത്താൻ നോക്കുകയാണ് US.